وصحبه أجمعين ومن اتبعهم بإحسان إلى يوم الدين أما بعد. അള്ളാഹു സുബ്ഹാനഹു വ തആല വജഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സംസാരിക്കുവാനും കേൾക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇമാം മാലിക് ബിൻ അനസ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മദ്ഹബിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ പ്രാഥമികമായി പാലിക്കേണ്ട അടിസ്ഥാനങ്ങൾ വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് മുഖ്തസർ അൽ-അഖ്ളരി. ആ ഗ്രന്ഥത്തിന്റെ ആമുഖത്തിൽ അദ്ദേഹം ഓരോ വ്യക്തിയും അവന്റെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ദീനിന്റെ മത നിയമങ്ങളെ സംബന്ധിച്ച് അതിന്റെ ചുരുക്കം വിശദീകരിക്കുന്നുണ്ട്. അതിനെ ആസ്പദമാക്കിയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചത് ഈമാനിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും അതാണ് ഏറ്റവും ആദ്യം നമ്മൾ ശരിയാക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചും അത് ശരിയാക്കേണ്ടത് സഹാബത്തിൻ്റെതുപോലെ നമ്മുടെ ഈമാനെ ആക്കിയിട്ടാണ് എന്നൊക്കെയാണ് ഏറ്റവും ആദ്യം നമ്മൾ പറഞ്ഞത്. അതിനുശേഷം നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ നമ്മൾക്ക് നിർബന്ധമാവുന്ന പല കാര്യങ്ങളും നമ്മൾക്ക് പഠിക്കാനുള്ള പ്രാവർത്തികമാക്കാനുള്ള പല കാര്യങ്ങളും ഉണ്ട്. അത് നമ്മൾ അന്വേഷിക്കുകയും പഠിക്കുകയും അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുകയൊക്കെ ചെയ്യണം എന്ന് നേരത്തെ പറഞ്ഞു. അപ്പം ആ പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞ കാര്യമാണ് നമ്മളെ തടി നരകത്തിൽ നിന്ന് സലാമത്താക്കുന്ന കാര്യങ്ങൾ. അത് നരകത്തിൽ നമ്മളെ കാലാകാലം പ്രവേശിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. അതല്ലാതെ നരകത്തിൽ നമ്മളെ പ്രവേശിക്കാൻ അല്ലെങ്കിൽ പ്രവേശിപ്പിക്കാൻ അർഹനാക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയലും അതിനെ സംബന്ധിച്ച് അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടു നിൽക്കലും നമ്മൾക്ക് എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോ ആ തിന്മകളെ നമ്മൾ ചുരുക്കത്തിൽ മൂന്നായി തരംതിരിക്കുകയും അതിൽ നമ്മളെ നരകത്തിൽ കാലാകാലം ശാശ്വതനാക്കുകയും സ്വർഗത്തിൽ നിന്ന് ഒരിക്കലും പുറത്തു കടക്കാൻ പറ്റാതാക്കുകയും ചെയ്യുന്ന തിന്മകൾ ഒന്നാമത്തെ കാറ്റഗറി ആയിട്ടും അതുപോലെ തന്നെ രണ്ടാമത്തെ കാറ്റഗറി ആയിട്ട് നമ്മളെ നരകത്തിൽ പ്രവേശിപ്പിക്കാൻ അർഹനാക്കുന്ന തിന്മകൾ. അതിന് ഇത് രണ്ടുമല്ലാത്ത ബാക്കിയുള്ള തിന്മകൾ മൂന്നാമത്തെ കാറ്റഗറിയിലുമായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെ വേർതിരിച്ച് പറയുന്ന എന്തിനാന്ന് വെച്ചാൽ നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഈ ഒന്നാമത്തെ കാറ്റഗറി നമ്മൾ പറഞ്ഞു അതിന്റെ ഒരുപാട് ഇനങ്ങൾ, പ്രത്യേകിച്ച് കുഫറിൻ അക്ബറിന്റെ ഇനങ്ങൾ, അതിന്റെ രൂപങ്ങൾ, രീതികളൊക്കെ ഒരുപാട് തരങ്ങൾ ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ സൂചിപ്പിച്ച മറ്റൊരു കാര്യമാണ് തൗബ എന്നുള്ളത്. അത് ഏത് കാറ്റഗറിയിലുള്ള തിന്മയാണെങ്കിലും തൗബ ശരിയായ തൗബയായി കഴിഞ്ഞാൽ, അതിന്റെ നിബന്ധനകൾ ഒത്തുവരുന്ന തൗബയായി കഴിഞ്ഞാൽ എത്ര വലിയ തിന്മയാണെങ്കിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തൗബയിലൂടെ ആ തിന്മകൾ പുറത്തു തരുമെന്നുള്ളത് അവന്റെ വാഗ്ദാനമായി ഏറ്റെടുത്തിട്ടുള്ള കാര്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദർസിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചത്. അതിൽ തന്നെ നമ്മൾ പറഞ്ഞ കാര്യം, പടപ്പുകൾക്ക് ഇടയിലുള്ള തിന്മകളാണെങ്കിൽ സാധാരണ തൗബയ്ക്ക് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾക്ക് പുറമെ മറ്റൊരു കാര്യം കൂടുതലായി എക്സ്ട്രാ അഡീഷണൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തു, സൂചിപ്പിച്ചു. ഇന്നിപ്പോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റു ചില അടിസ്ഥാനങ്ങളെ സംബന്ധിച്ചാണ്. അതില് ഏറ്റവും ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത്, അതായത് നമുക്കൊക്കെ അറിയാം നമ്മൾ ഓരോരുത്തരും മരണപ്പെടും.
ആരും ജനിച്ചവരാരും എന്ത് ചെയ്തിട്ടില്ല, മരിക്കാതിരുന്നിട്ടില്ല. അങ്ങനെ മരിക്കാതിരിക്കുമായിരുന്നെങ്കിൽ ആരും മരിക്കാതിരുന്നേനെ? റസൂലായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കാതിരുന്നേനെ. പക്ഷെ ആ റസൂലിനെ പറ്റി അള്ളാഹു പറഞ്ഞു, ഇന്നക മയ്യിത്തുൻ വഇന്നഹും മയ്യിത്തൂൻ. റസൂൽ നിങ്ങളും മരിക്കും, മയ്യത്താവും, അതുപോലെ തന്നെ എന്ത് ചെയ്യും, അവരും മരണപ്പെടും എന്ന് അള്ളാഹു എന്ത് ചെയ്യണം, പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ എല്ലാവരും മരണപ്പെടും. ഈ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യും, ഖബറിൽ വെക്കപ്പെടും. ഈ ഖബറിൽ വെച്ച് കഴിഞ്ഞാലുള്ള അവസ്ഥകളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട, നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഏറ്റവും അധികം പേടിക്കേണ്ട ഒരു കാര്യമാണ് ഖബറിലെ ശിക്ഷ എന്നുള്ളത്. നമ്മളെല്ലാ നിസ്കാരത്തിലും നമ്മളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രക്ഷ ചോദിക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടുള്ള 4 കാര്യങ്ങളിൽ ഒരു കാര്യമാണെന്ത്, അമിൻ അദാബിൽ ഖബർ എന്നുള്ളത്. ഖബർ ശിക്ഷ അതത്രയും അപകടം പിടിച്ച ഗൗരവമുള്ള കാര്യമായതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വിശദീകരിക്കുന്നുണ്ട്, ഒരാളുടെ ആഖിറത്തിലേക്കുള്ള ആദ്യത്തെ ഘട്ടമാണെന്ത്, അവ്വലു മനാസിലിൽ ആഖിറ, അവന്റെ ആഖിറത്തിലേക്കുള്ള ആദ്യത്തെ ഘട്ടമാണ് ഖബർ ജീവിതം. ഈ ഘട്ടം എളുപ്പമായി കഴിഞ്ഞാൽ പിന്നെ അതിന് ശേഷമുള്ളതൊക്കെ എന്തായിരിക്കും, എളുപ്പമായിരിക്കും. ഈ ഘട്ടം ബുദ്ധിമുട്ടുള്ളതും പ്രയാസമുള്ളതാണെങ്കിൽ ശേഷമുള്ളത് അതിനേക്കാളും എന്തായിരിക്കും, ബുദ്ധിമുട്ടും പ്രയാസമുള്ളതായിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾക്ക് വിചാരണ അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പ്, നമ്മൾ ഓരോരുത്തരും അള്ളാഹു വീണ്ടും പുനരുജ്ജീവിപ്പിച്ചതിന് ശേഷം ആദം അലൈഹി സ്വലാം മുതൽ അവസാനത്തെ മനുഷ്യരും ജിന്നുകളും എല്ലാ ജന്തുജാലങ്ങളും എല്ലാത്തിനെയും ഉയർത്തെഴുന്നേൽപ്പിച്ചതിന് ശേഷം നമ്മൾക്ക് എന്താണോ ലഭിക്കാൻ പോകുന്നത് അതിന്റെ ഒരു സാമ്പിൾ ആയിരിക്കും അവിടെ ഖബറിൽ ഉണ്ടാവാം. എല്ലാ ഖബറിടങ്ങളും ഒന്നുകിൽ സ്വർഗത്തിന്റെ പൂങ്കാവനങ്ങൾപ്പെട്ടൊരു പൂങ്കാവനമായിരിക്കും, അല്ലെങ്കിൽ നരകത്തിന്റെ തീക്കുണ്ടാരങ്ങൾപ്പെട്ടൊരു തീക്കുണ്ടാരം. ഇതെല്ലാം ഈ 2 തരത്തിലുള്ള ഖബറല്ലാതെ ഖബറുകളില്ല. അപ്പം ഇത് ഈ വേർതിരിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സബബായി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള കാര്യമാണ്. അതിന് ഖബറിലെ ഫിത്ന എന്ന് പറയും, ഖബറിലെ പരീക്ഷണം എന്ന് പറയും. അതെന്താന്ന് വെച്ചാൽ ഒരു വ്യക്തിയെ, മയ്യത്തിനെ ഖബറടക്കി കഴിഞ്ഞ് അവന്റെ ബന്ധുമിത്രാദികൾ അവിടെ നിന്ന് ഖബർസ്ഥാനിൽ നിന്ന് പിന്തിരിഞ്ഞ് പോകുമ്പോഴേക്കും എന്ത് ചെയ്യും, 2 മലക്കുകൾ ഖബറിലേക്ക് വരും. അതിന്റെ പേരടക്കം വിശ്വാസം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, മുൻകറും നക്കീറും. ഈ 2 മലക്കുകൾ ഖബറിലേക്ക് വരികയും ഈ വ്യക്തിയോട് 3 ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, സാധാരണ നമ്മളൊരു വലിയ പരീക്ഷയ്ക്ക് നമ്മൾ തയ്യാറെടുക്കുമ്പോൾ ആ പരീക്ഷയിൽ എന്ത് ചോദ്യം വരാൻ നമുക്ക് അറിയുമോ? നേരത്തെ ഒരിക്കലും അറിയില്ല. പക്ഷെ നമുക്ക് നേരിടാനുള്ള ഏറ്റവും വലിയ പരീക്ഷയ്ക്ക് എന്താണ് ചോദ്യം എന്നെന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നേരത്തെ. അതിന്റെ ഉത്തരവും നമുക്കറിയാം. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ ജീവിതം, നമ്മുടെ ഈ ഐഹിക ദുനിയവായ ജീവിതം രണ്ടും രണ്ടാണ്. ഇവിടെ നമ്മളൊരാൾ ഈ കാണാതെ മദ്രസയിൽ പോയി ചൊല്ലിപ്പടിച്ചതുകൊണ്ടോ, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും അത് കേട്ടതുകൊണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ മുല്ലാക്കന്മാരൊക്കെ ചെയ്യുന്ന പോലെ മരിച്ചു കഴിഞ്ഞാൽ ഖബറിന്റെ അടുത്ത് പോയി ചൊല്ലിക്കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ചില ആളുകൾ ചെയ്യുന്ന പോലെ മയ്യത്തിന്റെ കഫൻ തുണിന്റെ ഒപ്പം കെട്ടിവെക്കുന്നുണ്ടോ, നമ്മൾ പരീക്ഷയ്ക്ക് വിറ്റുവെക്കുന്ന പോലെയൊക്കെ, അങ്ങനത്തെ ഒരു പരിപാടിയാണോ ഇത്? അല്ലല്ലോ. അത് വേറൊരു ജീവിതമാണ്. ബർസഖിയായ ജീവിതം എന്ന് പറയുന്നത് ദുന്യവിയായ ജീവിതം പോലെയല്ല, രണ്ടും രണ്ടാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഖബറിൽ ശിക്ഷിക്കപ്പെടും എന്ന് നമുക്ക് ഉറപ്പുള്ള ആളുകൾ ഖബർ തുറന്നു നോക്കിയാലും, അതെല്ലാം തോന്നുന്ന ആളുകൾ ഖബർ തുറന്നു നോക്കിയാലും നമുക്ക് രണ്ടും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം നമുക്ക് അനുഭവപ്പെടുന്നുണ്ടോ? ഇല്ല. അതെന്തുകൊണ്ടാണ്? രണ്ടും രണ്ട് ലോകമാണ്. രണ്ടും രണ്ട് ലോകമാണ്. മനുഷ്യന്റെ ലോകവും ജിന്നുകളുടെ ലോകവും രണ്ടും തമ്മിൽ വ്യത്യാസമില്ലേ? അവർക്ക് നമ്മളെ കാണാം, നമുക്ക് അവരെ. രണ്ടും രണ്ടാണ്. പറഞ്ഞു വന്നത്, ഈ 3 ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കും. നിന്റെ റബ്ബാരാണെന്നും, നിന്റെ ദീൻ ഏതാണെന്നും, അതുപോലെ തന്നെ നിന്നിലേക്ക് അയക്കപ്പെട്ട ഈ വ്യക്തി അല്ലെങ്കിൽ നിന്റെ നബി ആരാണെന്നും ചോദിക്കും. നമുക്കറിയാം, ഓരോന്നിനും ഉത്തരം നമുക്കറിയാം. പക്ഷെ ശ്രദ്ധിക്കേണ്ടത്,
ഇവിടെ നിന്ന് നമ്മളത് മദ്രസയിൽ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ടാവും. നേരത്തെ പറഞ്ഞതുപോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, അവിടെ ഈ ചോദ്യങ്ങൾ ചോദിക്കപ്പെടുമ്പോൾ ഉത്തരം പറയാൻ സാധിക്കില്ല. അവിടെ നമ്മൾക്ക് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കണമെങ്കിൽ അതിന് ഒരേ ഒരു മാർഗമുള്ളൂ. ആ 3 ചോദ്യങ്ങൾക്ക് അടിസ്ഥാനമാക്കി നമ്മുടെ ജീവിതം എങ്ങനെ ആകണമോ അങ്ങനെ ജീവിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കുള്ളൂ. പക്ഷെ ആ ഉത്തരം നമുക്ക് അവിടെ പറയാൻ നമ്മുടെ നാവ് പൊന്തണമെങ്കിൽ ഇവിടെ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ജീവിതം കാഴ്ചവെക്കണം, എങ്കിലേ സാധിക്കുള്ളൂ. അല്ലാത്തൊരാൾക്ക് പറയാൻ കഴിയൂല. എത്ര കാണാതെ പഠിച്ചവനാണ്, എത്ര ചൊല്ലിപ്പഠിച്ചവനാണെങ്കിലും എന്ത് ചെയ്യാൻ സാധിക്കൂല, അവിടെ നിന്നത് പറയാൻ കഴിയും. പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞു, അവന് നരകത്തിന്റെ ദുർഗന്ധവും നരകത്തിന്റെ ചൂടും എന്ത് ചെയ്യും, കുറച്ചായി ഇട്ട് കൊടുക്കപ്പെടും. അവന്റെ കബർ അല്ലെങ്കിൽ തന്നെ എടുക്കുവാണ്, നമുക്കറിയാം, കബറുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്യും, അത് കോർത്തിണക്കപ്പെടും. എത്രത്തോളം അവന്റെ 2 വാരിയെല്ലുകൾ തമ്മിൽ എന്ത് ചെയ്യും, നമ്മൾ വിരലുകൾ ഇങ്ങനെ കോർക്കുന്ന പോലെ എന്ത് ചെയ്യും, കോർക്കപ്പെടും. അതുപോലെ തന്നെ മറ്റൊരുപാട് ശിക്ഷകൾ, തീയുടെ വിരിപ്പും, അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് അവൻ മരിച്ചു കഴിഞ്ഞ് നരകത്തിൽ പ്രവേശിക്കുമ്പോൾ അവനുള്ള ശിക്ഷകൾ എന്ത് ചെയ്യും, അവിടെ നിന്ന് പ്രദർശിപ്പിക്കപ്പെടും, ഖബറിൽ നിന്ന്. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, റബ്ബെ ഒരിക്കലും ഖിയാമത്ത് നാളെ ആക്കരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഉത്തരം പറയാത്തവന്റെ അവസ്ഥ, ഉത്തരം പറഞ്ഞവന്റെ അവസ്ഥ, അവന്റെ ഖബർ വിശാലമാക്കപ്പെടും, കണ്ണെത്താ ദൂരത്തോളം. സ്വർഗത്തിന്റെ സുഗന്ധവും അതുപോലെ തന്നെ അവിടുത്തെ നല്ല തണുപ്പുള്ള കാറ്റും അതുപോലെ തന്നെ അവിടുത്തെ വിരിപ്പും അവിടുത്തെ ഇവന് അവിടെ എത്തിച്ചേർന്നാൽ ഇവന് കിട്ടാവുന്ന സുഖസൗകര്യങ്ങൾക്ക് എന്ത് ചെയ്യും, അവിടുന്ന് ഇവന്റെ ഖബറിൽ കാണിച്ചു കൊടുക്കപ്പെടും. ഇപ്പം പ്രാർത്ഥിക്കും, അള്ളാഹുവെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണേ, ഖിയാമത്ത് നാള് ആക്കാനായി പ്രാർത്ഥിച്ചു. ഈ 2 അവസ്ഥകളാണ് ഖബറാളികൾക്കുള്ളത്. ഈ 2 അവസ്ഥകളിൽ ഏതാണോ നമുക്ക് കിട്ടുക എന്നുള്ളത് തീരുമാനിക്കുന്നത് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതനുസരിച്ചിരിക്കും. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതാകട്ടെ നമ്മൾ എങ്ങനെയാണോ ഈ ദുനിയാവിൽ ജീവിക്കുന്നത് ആ രൂപം അതിനടിസ്ഥാനപ്പെടുത്തിയിരിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്വാധീനിക്കേണ്ട, ഏറ്റവും അധികം നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ നമ്മൾ പ്രേരിപ്പിക്കേണ്ട 3 അടിസ്ഥാനങ്ങളാണ് ഈ 3 ചോദ്യങ്ങൾ. ഈ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഉതകുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പാകപ്പഴവുകൾ വരാതെ നോക്കൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം നമ്മൾ എപ്പോഴും വേണമെങ്കിൽ മരിച്ചു പോവാം. വയസ്സാകണമെന്നോ അല്ലെങ്കിൽ രോഗിയാവണമെന്നോ അങ്ങനൊന്നുമില്ല. അള്ളാഹു അവധി നിശ്ചയിച്ച അവധിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യില്ല, ഒരു സെക്കൻഡ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോവില്ല. അതെപ്പോഴാണ് നിശ്ചയിച്ചിട്ടുള്ളത് നമുക്ക് അറിയില്ല. ഏത് സമയത്താണ് മരിക്കാന്നുള്ളത് നമുക്ക് ആർക്കും അറിയുകയുമില്ല. നമ്മൾ ഈ രൂപത്തിൽ എന്താണ് ഇങ്ങനെ എനിക്ക് നിന്റെ റബ്ബാരാണെന്ന് ചോദിക്കും, എന്റെ റബ്ബ് അള്ളാഹു ആണെന്ന് പറയാൻ ഞാൻ എന്താണ് ഇവിടെ ഈ രൂപത്തിൽ ഏത് രൂപത്തിലാണ് ജീവിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ പഠിക്കുകയും ആ രൂപത്തിൽ നമ്മൾ അങ്ങനെ മരിക്കാൻ തയ്യാറായി നിൽക്കണം. നമ്മൾ അങ്ങനെ ചെയ്യേണ്ടത്. വീണ്ടും മരിക്കാൻ അല്ലെങ്കിൽ റൂഹ് പിടിക്കാൻ മലക്കുൽ മൗത്ത് വരുമ്പോൾ നമുക്ക് മലക്കുൽ മൗത്തിനോട് അവധി നീട്ടിത്തരാൻ പറഞ്ഞാൽ മലക്കുൽ മൗത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ എത്ര കരഞ്ഞ് കാല് പിടിച്ചാലും മലക്കുകൾ എന്ന് പറഞ്ഞാൽ കൽപ്പിക്കപ്പെട്ടത് പ്രവർത്തിക്കുക, അത്രേ ഉള്ളൂ. ആ മലക്കിനൊരു അവധി കൊടുത്തിട്ട് ഈ സെക്കൻഡ് ആ സമയത്ത് റൂഹ് പിടിക്കാൻ മലക്കിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡ് തന്നെ റൂഹ് പിടിക്കും. അപ്പൊ നമ്മൾ ശരിക്ക് എപ്പോഴും ഒരുങ്ങിയിരിക്കുക, എപ്പോ വേണമെങ്കിലും മരിക്കാം. അതല്ലാതെ പിന്നെ അല്ലെങ്കിൽ നാളെ നന്നാവും, അല്ലെങ്കിൽ നാളെ മാറ്റാം, അല്ലെങ്കിൽ അടുത്ത വർഷം, അല്ലെങ്കിൽ അടുത്ത റമദാൻ വരട്ടെ, ഇങ്ങനെ നീട്ടിവെക്കുന്നത് ഏറ്റവും വലിയ തന്ത്രമാണ് ശൈത്താന്റെ, നമ്മളെ വഴികേടിലേക്ക് എത്തിക്കാൻ. പിന്നെ അല്ലെങ്കിൽ നാളെ അങ്ങനെ പറഞ്ഞ് എന്ത് ചെയ്യും, കുറേ പോവും. ചിലപ്പോൾ അവൻ എന്ത് ചെയ്യും, നന്നാവുന്നതിന് മുമ്പേ എന്ത് ചെയ്യും, അവൻ മരണപ്പെടുകയും ചെയ്യും. അപ്പോൾ പറഞ്ഞു വന്നത്, നമുക്ക് ഏറ്റവും അധികം നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിക്കേണ്ട 3 കാര്യങ്ങളാണ് ഈ 3 കാര്യങ്ങൾ. അപ്പൊ ഇതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടത്? അത് മൻ റബ്ബുക്ക എന്നുള്ളത് നമുക്കറിയാം. എന്താണ്? നമ്മൾക്ക് ഇബാദത്തുകൾ
കൊടുക്കുവാനായി നമ്മുടെ റബ്ബല്ലാതെ വേറെ ആരും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും നമുക്ക് ഇബാദത്ത് കൊടുക്കാൻ റബ്ബിന് പുറമെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ കഴിയൂല. നിന്റെ റബ്ബ് ആരാണ് ചോദിക്കും, എന്റെ റബ്ബ് അള്ളാഹു ആണെന്ന് പറയാൻ കഴിയൂല. നമ്മൾ ആർക്കാണോ ഇബാദത്ത് കൊടുക്കുന്നത് അയാളുടെ പേരെ പറയാൻ കഴിയുള്ളൂ. മനസ്സിലായോ? നമ്മൾ അള്ളാഹ്ക്ക് പുറമെ ഇബാദത്ത് കൊടുക്കുന്നത് ആരാണോ അവരുടെ പേര്, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒന്നും പറയാൻ കഴിയുന്നില്ല. ഹദീസിൽ വന്നിട്ടുണ്ട്, ചില ആളുകൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ അവരെന്താ പറയാ, ലാതിരി ലാതിരി. അവന് അട്ടഹസിച്ചിട്ട്, പേടിച്ചിട്ട്, സങ്കടത്തിലും അട്ടഹസിച്ചിട്ട്, വിഷമത്തിന്റെ അങ്ങേയറ്റം എത്തിയിട്ട് അട്ടഹസിച്ചിട്ട് അവൻ പറയും ലാതിരി, എനിക്ക് അറിയില്ല എന്ന് പറയും. ഒന്നുകിൽ അങ്ങനെ പറയും, അല്ലെങ്കിൽ ആരെയാണോ അവന് റബ്ബായി നിശ്ചയിച്ചിട്ടുള്ളത് അവരുടെ പേര് പറയും. എന്റെ റബ്ബ് അള്ളാഹു ആണെന്ന് പറയാൻ കഴിയണമെങ്കിൽ എന്തേ പറ്റുള്ളൂ, എങ്ങനെ പറ്റുള്ളൂ? ഈ ദുനിയാവിൽ നമ്മുടെ എല്ലാ ഇബാദത്തുകളും അള്ളാഹുവിന് മാത്രം നൽകുന്ന ഒരാൾക്ക് അങ്ങനെ പറയാൻ കഴിയും. അള്ളാഹുവിനല്ലാതെ ഒരാൾക്കും ഇബാദത്ത് നൽകൂല എന്ന ഉറച്ച നിലപാടുള്ള ഒരാൾക്ക്, ആ രൂപത്തിൽ ജീവിച്ച ഒരാൾക്ക് മൻ റബ്ബുക്കാൻ ചോദിക്കുമ്പോൾ റബ്ബി അല്ലാന്ന് പറയാൻ കഴിയും. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഒരു ഇബാദത്തും അള്ളാഹു അല്ലാത്ത ഒന്നിനും, അത് എത്ര വലിയ ആളായിക്കോട്ടെ, നമ്മൾ ഇപ്പോ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ അദ്ദേഹത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക, യാ റസൂലല്ലാഹ് എന്ന് വിളിക്കാത്ത എന്തുകൊണ്ടാണ്? നമുക്ക് ആ റസൂലിന്റെ സ്ഥാനം നമ്മുടെ മനസ്സിൽ കുറവായത് കൊണ്ടല്ല, ചെറുതായത് കൊണ്ടല്ല, മറിച്ച് നമുക്ക് ഉറപ്പുണ്ട്, ഉറച്ച ബോധ്യമുണ്ട്, ഈ ഇബാദത്ത് പ്രാർത്ഥനയാവുന്നതോ അല്ലാത്തതോ ആയ എല്ലാ ഇബാദത്തും അതിന് അള്ളാഹു മാത്രമേ അർഹപ്പെടുന്നുള്ളൂ. വേറൊരാൾക്ക് അതിന് യാതൊരു എന്തില്ല, അർഹതയുമില്ല. അതല്ലാതെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കോ അല്ലെങ്കിൽ ജിബ്രീൽ അലൈഹി സ്വലാമിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഔലിയാക്കൾക്കോ ഇവരുടെ ഒന്നും സ്ഥാനം വില കുറച്ച് കാണുന്നു. നമ്മുടെ നാട്ടിൽ എന്താ പറയാ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എതിർത്ത് കഴിഞ്ഞാൽ ബദരീങ്ങളെ നിങ്ങൾ വിളിക്കരുത്, പക്ഷെ അത് ശിർക്കാന്ന് പറയുമ്പോൾ നമ്മളെ പറ്റി എന്താ തിരിച്ചെന്താ പറയാ, അവൻ ഔലിയാക്കളെ വില കുറച്ച് കാണുന്ന, അല്ലെങ്കിൽ ഔലിയാക്കളുടെ മഹത്വം അറിയാത്തവനാണെന്ന് പറയാം. നമ്മൾ അവരുടെ മഹത്വം കുറച്ച് കാണുന്നതുകൊണ്ടല്ല, മറിച്ച് ഈ ഇബാദത്ത് കൊടുക്കപ്പെടുക എന്നുള്ളത് അള്ളാഹുവിന് മാത്രം അവകാശമാണ്. നമ്മൾ എങ്ങനെയാണ് അവരെ ആദരിക്കേണ്ടത്, ബഹുമാനിക്കേണ്ടതെന്ന് നമുക്ക് അവര് തന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവരുടെ പിന്മുറക്കാരത് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ അവരെ ആദരിക്കേണ്ടത്. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംതന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ അടുക്കൽ വെച്ച് ഒരു ചെറിയ പെൺകുട്ടി, വലിയ എന്താ പറയാ, ചെറിയ പെൺകുട്ടികളുടെ ഇങ്ങനെ ദഫും മറ്റു കാര്യങ്ങളൊക്കെ, അതൊക്കെ പെരുന്നാളിനും അതുപോലെ തന്നെ കല്യാണങ്ങൾ അങ്ങനെയുള്ള സന്തോഷവേളകൾക്കൊക്കെ അതിലെന്ത് ചെയ്തിട്ടുണ്ട്, ഇളവ് നൽകിയിട്ടുണ്ട് ദീനിൽ, അത്തരം സന്ദർഭങ്ങൾ മാത്രം. അപ്പോ ആ നിലയ്ക്കൊരു പെൺകുട്ടി അവിടെ നിന്ന് ഇങ്ങനെ ഒരു പാട്ടിങ്ങനെ പാടുകയാണ്, ചെറിയ പെൺകുട്ടി. അപ്പൊ അങ്ങനെ പാട്ട് പാടുന്ന ഉപ്പയും പഠിപ്പിച്ചിട്ട് പാടുന്നതായിരിക്കും. അത്രയും ചെറിയ പെൺകുട്ടികൾക്ക് ഒറ്റയ്ക്ക് പാടാനുള്ള കഴിവൊന്നുണ്ടാവും. അപ്പൊ അങ്ങനെ പാടുന്നതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ റസൂലിനെ പറ്റിയും ഇങ്ങനെ ഓരോ യുദ്ധങ്ങളെ പറ്റിയും ബദറിനെ മറ്റു ഓരോ കാര്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞിട്ട് ആ കൂട്ടത്തിലൊരു വരി പാടണത്, വഫീന റസൂലുള്ളാഹി യഅലമു മാ ഫീ ഗദി, ഞങ്ങളുടെ കൂട്ടത്തിൽ അള്ളാന്റെ റസൂലുണ്ട്, ആ റസൂലിന് എന്തറിയാം, നാളെ എന്താണ് സംഭവിക്കാന്ന് റസൂലിന് അറിയാന്ന് പറഞ്ഞപ്പോ ആ ചെറിയ കുട്ടീനോട് റസൂൽ പറഞ്ഞ അത് പറയരുത്. കാരണം ആ ഒരു ബഹുമാനിക്കുക, ആദരിക്കുക, അല്ലെങ്കിൽ പുകഴ്ത്തുക എന്നുള്ളതിനൊക്കെ അതൊക്കെ ദീൻ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊരു പരിധിയുണ്ട്. ആ പരിധിക്ക് അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. അങ്ങനെ പരിധി വിടുന്നതിന്റെ ഒന്നാമത്തെ ഏറ്റവും അപകടം പിടിച്ച രൂപമാണെന്ത്, അവരെ ഇബാദത്തിൽ അവരോട് ദുആ ചെയ്യാന്നുള്ളത്. ആർക്ക് സംഭവിച്ചതുപോലെ നസാറാക്കൾ എങ്ങനെയാണ് ഈസാ അലൈഹി സ്വലാമിനെ ദുആ, അവരെ അദ്ദേഹത്തെ റബ്ബായി, അദ്ദേഹത്തെ എന്താ പറയാ ഇലാഹായി സ്വീകരിച്ചത് എങ്ങനെയാണ്? ഇങ്ങനെയാണ്. ഈ മഹത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ ആദരിക്കുന്ന ബഹുമാനിക്കുന്നതിൽ പരിധി വിട്ടിട്ടാണ്. അങ്ങനെ പരിധി വിട്ടുവിട്ട് എന്തായി, ആദ്യം സാധാരണ റസൂൽ എന്നുള്ളതിൽ മാറി എന്തായി, അള്ളാഹുവിന്റെ പുത്രൻ എന്നായി. പിന്നെയും മാറിയിട്ട് എന്തായി, അള്ളാഹു തന്നെയാണെന്നായി.
പക്ഷെ അള്ളാഹു മൂന്നെണ്ണാണ്, അതിലൊന്നാണ് എന്ത്. അങ്ങനെയൊക്കെ എന്ന് വെച്ചാൽ പരിധി വിടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ അപകടങ്ങളൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞത്, ലാ തുത്റൂനി കമാ അത്റത്തിൻ നസാറ ഈസ ഇബ്നു മറിയം. നസാറാക്കൾ ഈസ ഇബ്നു മറിയത്തിന്റെ വിഷയത്തിൽ പരിധി വിട്ടതുപോലെ നിങ്ങൾ എന്ത് ചെയ്യരുത്, എന്റെ വിഷയത്തിൽ പരിധി വിടരുത്. ഇന്നമാ അന അബ്ദുല്ലാഹി റസൂൽ, ഞാൻ എന്തുമാത്രമാണ് അള്ളാഹുവിന്റെ അടിമയും അവന്റെ റസൂലാണ്. ശ്രദ്ധിക്കണം, റസൂലാണെന്ന് പറയുന്നതിന് മുമ്പ് ആദ്യം പറഞ്ഞ അബ്ദാണെന്ന്. അബ്ദ് എന്ന് പറഞ്ഞ എന്താർത്ഥം? അബ്ദ് ഒരിക്കലും എന്ത് ചെയ്യില്ല, ആരാധിക്കപ്പെടാൻ പാടില്ലാത്തതാണ് എന്ത് അബ്ദ്. കാരണം ആ അബ്ദ് മറ്റൊന്നിനെ ആരാധിക്കുകയാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഏറ്റവും ആദ്യം ഞാൻ അള്ളാഹുവിന്റെ അബ്ദാണെന്ന് പറയാം. അബ്ദ് ഒരിക്കലും എന്ത് ചെയ്യില്ല, ആരാധിക്കപ്പെടൂല. കാരണം അത് തന്നെ എന്ത് ചെയ്യണം, മറ്റൊന്നിനെ ആരാധിക്കുകയാണ്. അപ്പോ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് എന്ത്, ഇബാദത്തുകൾ. അത് നമ്മൾ പഠിക്കണം. എന്തൊക്കെ ഇബാദത്ത്. ഇനി ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ എന്താന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന് വേണ്ടി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ, വിശ്വസിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്ക് അല്ലെങ്കിൽ അള്ളാഹു നമ്മളെ തൃപ്തിപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾക്ക് മൊത്തത്തിൽ എന്താ പറയാ, ഇബാദത്ത് എന്ന് പറയാം. അള്ളാഹുവിന് വേണ്ടി ചെയ്താൽ അള്ളാഹു ഇഷ്ടപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്ന വിശ്വാസങ്ങൾ, സംസാരങ്ങൾ, പ്രവർത്തനങ്ങൾ, അതൊക്കെ എന്തിൽ പെടും, വിവാദത്തിൽപ്പെടും. കേവലം നിസ്കാരവും നോമ്പും ദിക്റുകളും ഖുർആൻ പാരായണം മാത്രമല്ല, അതൊക്കെ ദിക്റുകളിൽ പെട്ട തന്നെയാണ്. അതിന് പുറമെ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ചില പേടികൾ, സാധാരണ ഇപ്പൊ തീയിനെ പേടി, പാമ്പിനെ പേടി, ഇരുട്ടിനെ പേടി, ഇതൊക്കെ സ്വാഭാവിക. ഇതല്ലാത്ത മറ്റൊരു തരത്തിലുള്ളൊരു പേടിയുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ പത്രവാർത്തകൾ പോലും വന്നിരുന്നൊരു കാര്യമുണ്ട്. ചില പള്ളികളില് ചില പോലീസുകാര് അവരുടെ പിടിക്കപ്പെട്ട കുറ്റവാളികൾ, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന കുറ്റവാളികളാണെങ്കിൽ അവരെ ചോദ്യം ചെയ്തിട്ടും കുറ്റം സമ്മതിക്കാതായാൽ ചില പള്ളികളിലേക്ക് കൊണ്ടുപോകും. പലർക്കും അറിയുന്നുണ്ടാവും. ആ പള്ളിയിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും, അവിടെയുള്ള ആ ജാറത്തിന്റെ മുന്നിൽ വെച്ച് സത്യം ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ ചോദ്യം ചെയ്യും. അവിടെ വെച്ച് എന്ത് ചെയ്യാൻ സാധിക്കില്ല. പോലീസിന്റെ മൂന്നാം മുറയൊക്കെ നമുക്ക് പലർക്കും അറിയാം. അത് പയറ്റിയിട്ടും സത്യം സമ്മതിക്കാത്ത ആളുകൾ അദ്ദേഹം പറയാം. നമുക്ക് ഓരോരുത്തരും ഇങ്ങനെ പറയാൻ പറ്റണം. അല്ലാണ്ട് ഞാൻ ഇവനെ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ആ സിനിമാടനെ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ഈ അത് വല്ലാത്ത അവസ്ഥയാണ്. നമ്മൾ അവരുടെ കൂടെ നമ്മൾ മുസ്ലിമായി അല്ലെങ്കിൽ നിസ്കാരവും മറ്റു ഇബാദത്തുകളൊക്കെ ചെയ്തിട്ട് ജീവിച്ചിട്ട് ഇതൊന്നും ഇല്ലാത്ത നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഒരു വിറകിന്റെ കൂടെ നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കും. നമ്മൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നുള്ളത് വേറെ വിഷയം. പക്ഷെ ഖിയാമത്ത് നാളിൽ ഇങ്ങനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ ഓരോരുത്തരും ഓരോ കൂട്ടമായിട്ട് നിൽക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അവരുടെ അതേ മാർഗത്തിൽ സ്വീകരിച്ച ആളുകൾ ഒരു കൂട്ടം, അതുപോലെ തന്നെ അബൂജഹലും ഉത്ബയും ഷൈബ അവരൊക്കെ വേറൊരു കൂട്ടം. ഇങ്ങനെ ഓരോരുത്തരും ഓരോ സംഘമായിട്ടാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. അപ്പൊ നമ്മൾ നിൽക്കുന്നത് ഈ കൂട്ടത്തിലല്ല, നമ്മൾ വേറെ ഏതൊരു കൂട്ടത്തിലാണെങ്കിൽ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇങ്ങനെ കളിയും വിനോദങ്ങളുമായി ദീനിനെ പറ്റി യാതൊരു കാര്യവും ശ്രദ്ധിക്കാതെ ജീവിച്ചു മരിച്ചുപോയ കുറെ ആൾക്കാരുടെ കൂടെ നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. അതിന്റെ കൂട്ടത്തിൽ നമ്മളും കാടിയുണ്ട്, നിസ്കാരമുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മള് അവരുടെ കൂടെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ്. നമ്മൾ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. വളരെ ഗൗരവമുള്ള, നമുക്ക് സ്വാഭാവികമായിട്ടുള്ള ഇഷ്ടങ്ങൾ വരും. എന്താ പറയാ, ഇപ്പോ എന്താണ് പറയാ, ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അള്ളാഹു ആയത്തിൽ പറയണത്, ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദി മൻ യശാ. അള്ളാഹുവേ, റസൂലെ, ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത, താങ്കൾ ഇഷ്ടപ്പെടുന്നവരെ താങ്കൾക്ക് ഹിദായത്തിലാക്കാൻ സാധിക്കുകയില്ല എന്ന് പറയണം. ഇവിടെ ഈ ആയത്ത് ഇറങ്ങിയത് ആരുടെ വിഷയത്തിലാണ്? ആരുടെ വിഷയത്തിലാണ്? അബൂ താലിബിന്റെ വിഷയത്തിലാണ്. അബൂ താലിബ് കാഫിറായിട്ടാണ് മരണപ്പെടുന്നത്. പക്ഷെ ആ അബൂ താലിബിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇഷ്ടമുണ്ടെന്ന് അള്ളാഹുവാണ് പറയുന്നത്.
അപ്പോൾ ഇത് എന്തിഷ്ടാണ്? അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം മുഴുവൻ അദ്ദേഹത്തിന് വേണ്ട സേവനങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അദ്ദേഹത്തിന് യാതൊരു പ്രയാസവും ഇല്ലാതിരിക്കാൻ ഏറ്റവും അധികം വലിയ സബബായി മാറിയതാണ് അബൂ താലിബ്. ആ നിലയ്ക്ക് ഒരു ഇഷ്ടം എന്തുണ്ട് അദ്ദേഹത്തോടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഉപ്പയുടെ സഹോദരനാണ് എന്ന് മാത്രമല്ല, ഒരു ഉപ്പാനെ പോലെ തന്നെ ആയിരുന്നു. ചെറുപ്പം മുതൽ അദ്ദേഹത്തിന് ഉപ്പ മരണപ്പെട്ടു പോയത് കൊണ്ട് തന്നെ ഒരു ഉപ്പയെ പോലെ തന്നെ ആയിരുന്നു. ഈ നിലയ്ക്കുള്ളൊരിഷ്ടം അതുണ്ടാവാം, അതല്ല ഇവിടെ പറയുന്നത്. പക്ഷേ അതിന് പുറമേക്കുള്ള, അതായത് നമ്മളെ ഒരാളെ അനുകരിക്കാനും, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഉദാഹരണം ഞാൻ പറഞ്ഞാൽ മനസ്സിലാവും. നമ്മുടെ നാട്ടില് പല ചെറുപ്പക്കാരും എന്താ പറയാ, ഓരോ കാര്യങ്ങൾ, ഓരോ എന്താ പറയാ സംഭവ വികാസങ്ങൾ വരുമ്പോ അവരുടെ കോലം മാറുന്ന കാണാം. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ ഓരോ എന്താ പറയാ, ഒരു ഫുട്ബോൾ വേൾഡ് കപ്പ് വന്നു കഴിഞ്ഞാല് ചിലവർ മഞ്ഞ, ചിലർ നീലയും വെള്ളയും, ചിലർ ചുവപ്പും, ചിലർ പച്ച, പല കളറായിട്ട് മാറും വസ്ത്രദാന രീതി. ക്രിക്കറ്റ് വേൾഡ് കപ്പ് വന്നാൽ ഫുള്ള് നീലയാവും. അതുപോലെ തന്നെ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അവന്റെ താടി നീളും. വേറൊരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അവന്റെ താടി എന്താവും? ക്ലീൻ ഷേവ് ആവും. വേറൊരു സിനിമ, ഇനി മറ്റൊരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ഡ്രസ്സിന്റെ കോഡ് മാറും, ഷർട്ടും പാന്റും ആവും. വേറൊരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ഷർട്ടും മുണ്ടും ആവും. ഈ ഒരു ഇഷ്ടമുണ്ടല്ലോ, ഇത് ആരോടെ പാടുള്ളൂ? ദീൻ ആരിഷ്ടപ്പെടുന്ന പഠിപ്പിച്ചോ അവരോടെ പാടുള്ളൂ. ഇതാണ് പറഞ്ഞത്. അതല്ലാതെയുള്ള നമുക്ക് തൊബീയായിട്ടുള്ള എന്താ പറയാ, സാധാരണഗതിയിൽ ഉണ്ടാവുന്ന തരത്തിലുള്ള ഇഷ്ടങ്ങൾ അത് സ്വാഭാവികമായിട്ട് പലരോടും ഉണ്ടാവാം. പ്രത്യേകിച്ച് നമ്മളോട് അങ്ങേയറ്റം നന്മ പ്രവർത്തിക്കുന്ന ആളോട് നമുക്ക് ഉണ്ടാവാം, അത് സ്വാഭാവികമാണ്. അതല്ലാതെ ഈ തരത്തിൽ നമ്മളെ അങ്ങേയറ്റം സ്വാധീനിക്കുന്ന തരത്തിലുള്ള, നമ്മൾ അവരെ അനുകരിക്കാനും പിൻപറ്റാനും ഒക്കെ നമ്മൾ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഇഷ്ടം, ഇത് ആരെ ഇഷ്ടപ്പെടുന്നു? ദീൻ പഠിപ്പിച്ചോ അവരെയാണ് ഇഷ്ടപ്പെടുന്നത്. നിങ്ങൾക്കറിയോ, ഖുർആൻ അർത്ഥമറിഞ്ഞ് വായിച്ച ആളുകൾക്ക് പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണെന്ത്? ഖുർആനിൽ കൂടുതൽ സ്ഥലങ്ങളിലും ചെയ്യൂ ചെയ്യരുത് എന്ന് ഹറാം ഹലാലുകളല്ല ഉള്ളത്. ഖുർആനിൽ അതിനേക്കാൾ കൂടുതലുള്ളത് എന്താണ്? ചരിത്രങ്ങളാണ്. അതിനേക്കാൾ കൂടുതലുള്ളത് ചരിത്രം. എന്തിനാണ് ഈ ചരിത്രം നമുക്കിങ്ങനെ അല്ലേ? നമ്മുടെ നന്മയ്ക്ക് അല്ലെങ്കിൽ എല്ലാ ഹൈറിന്റെ അടിസ്ഥാനമായി നമുക്ക് നിശ്ചയിച്ചെന്ന ഗ്രന്ഥത്തിൽ ഇത്രയധികം ചരിത്രം പറഞ്ഞിരുന്ന കാര്യം എന്താണ്? അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ റോൾ മോഡലായി, നമ്മൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ആളുകളായി ഈ ചരിത്രത്തിൽ പറയപ്പെടുന്ന ആളുകളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. നബിമാരുടെ ചരിത്രങ്ങളുണ്ട്, അതുപോലെ തന്നെ നബിമാരെ പിൻപറ്റിയ ആളുകളുടെ ചരിത്രങ്ങളുണ്ട്, അവർക്ക് എതിരെ നിന്ന് നശിപ്പിക്കപ്പെട്ടു പോയ ആളുകളുടെ ചരിത്രങ്ങൾ, അതുപോലെ തന്നെ വേറെ പല സമൂഹങ്ങളുടെയും ചരിത്രങ്ങളൊക്കെ. ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് ഉലൈകല്ലദീന ഹദാഹുമുല്ലാഹു ഫബിഹുദാഹു മുഖ്തദി, അവരെ പോലെ ആകാൻ വേണ്ടിയിട്ടാണ്. അവരാണ് നമ്മൾ ഇതുപോലെ. എന്നുവെച്ചാൽ നമ്മളിപ്പോ ഒരു വേൾഡ് കപ്പ് വരുമ്പോൾ ജേഴ്സിന്റെ കളർ മാറുന്നതും, അല്ലെങ്കിൽ സിനിമ ഇറങ്ങുമ്പോൾ അവന്റെ മുടിന്റെ ഷേപ്പ് മാറുന്നതും പോലെ ശരിക്കുള്ളൊരു മുസ്ലിം ഓരോ സൂറത്ത് കഴിയുമ്പോഴും അവന്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ്. ആ രൂപത്തിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം? ഇഷ്ടപ്പെടണം എന്ന് പഠിപ്പിച്ച നാളുകൾ നമ്മൾ എന്ത് ചെയ്യുക? ഇഷ്ടപ്പെടാം. എത്രത്തോളം അവരെ ഇഷ്ടപ്പെടുന്ന പഠിപ്പിച്ചെന്നോ അത്രത്തോളം ഇഷ്ടപ്പെടാം. അതുപോലെ തന്നെ നേരെ തിരിച്ചു. എന്നുവെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടവും വെറുപ്പും നമ്മുടെ ചില ആളുകൾക്കും, നമ്മളൊന്ന് ആലോചിച്ച് ഇഷ്ടപ്പെടാനും വെറുക്കാനും ഒരുപാട് കാരണങ്ങളുണ്ട് പലർക്കും. ചിലര് എന്താ പറയാ, ഒരു നാട്ടുകാരനാണെങ്കിൽ ഇഷ്ടപ്പെടും,
ഒരേ ഭാഷയാണെങ്കിൽ എന്ത് ചെയ്യും, ചിലർ ഇഷ്ടപ്പെടും. ഒരേ ഇതിൽ കമ്പനിയിൽ വർക്ക് സഹപ്രവർത്തകരാണെങ്കിൽ അതിൻ്റെ പേരിൽ എന്ത് ചെയ്യും, ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഒരേ കുടുംബമാണെങ്കിൽ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഇഷ്ടങ്ങൾ അതെന്ത് ചെയ്യാൻ പാടില്ല, ദീൻ നിശ്ചയിച്ച ഈ രൂപത്തിലുള്ള ഇഷ്ടത്തിലേക്ക് അതെന്ത് ചെയ്യാൻ പാടില്ല, അത് സ്വാധീനിക്കാൻ പാടില്ല. മറിച്ച് നമ്മൾക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെടാനും അനുകരിക്കാനും പിൻപറ്റാനും അവരുടേതുപോലെ ആകാൻ പരിശ്രമിക്കാനും ഒക്കെ ദീൻ ആരെയാണ് നിശ്ചയിച്ചത് അവരെ നമ്മൾ എന്ത് ചെയ്യും, നിശ്ചയിക്കുള്ളൂ. ഇങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുക, നിന്റെ ദീൻ ഏതാണെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ദീൻ ഇസ്ലാമാണെന്ന് പറയാൻ സാധിക്കുക. ഇത് മൂന്നും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇബാദത്തും താഅത്തും മഹബ്ബത്തും, ഇത് മൂന്നും എങ്ങനെ നൽകപ്പെടണം എന്ന് പഠിപ്പിച്ചെന്നോ അങ്ങനെ കൊടുക്കുന്നവർക്കാണ് എന്ത് ചെയ്യുക, ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കുക. അങ്ങനെ ഉത്തരം പറയുന്നവർക്കാണ് അവൻ്റെ ഖബറിലെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടുകയും ഖബറിൽ നല്ല അവസ്ഥയും അതിനുശേഷം അതിന് തുടർന്ന് ആഖിറത്തിൽ നല്ല അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് സമയമായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും കാര്യങ്ങൾ ശരിയായ രൂപത്തിൽ കേൾക്കുവാനും അതിൽ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ട കാര്യങ്ങൾ പരമാവധി മാറ്റം വരുത്താനുള്ള മുസ്ലിം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ നബീന മുഹമ്മദിൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹു വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.